ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് മലബാർ സ്പെഷ്യൽ തരി കാച്ചിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തരി കാച്ചിയത് ഉണ്ടാക്കാൻ പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ തരി കാച്ചിയതിന് വേണ്ടിയിട്ട് ഇതാ 1/2 കപ്പോളം തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങാപ്പാലിലാണ് ഈ തരി കാച്ചിയത് ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ പാലിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് നമുക്കിത് തേങ്ങാപ്പാലാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് 1-ാം പാല് 2-ാം പാലൊന്നും ആക്കി എടുക്കണം എന്നില്ല. നമ്മൾ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ട് ആ പാല് തന്നെ മതി കേട്ടോ. പക്ഷേ ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് അത് ബാലൻസ് ചിലപ്പോൾ നമ്മൾ വെച്ചിരിക്കുമ്പോൾ ഒന്ന് കുറുകി വരുമല്ലോ. അപ്പോൾ തേങ്ങാപ്പാലായതുകൊണ്ട് പിന്നെ വീണ്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതുകൊണ്ട് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് മാത്രം അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നിങ്ങൾ സാധാരണ പാൽ എടുക്കുന്നെങ്കിൽ അത് ചൂടാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം തരി ആയതുകൊണ്ട് ഇരിക്കും തോറും ഒന്ന് കുറുകി വരും. അപ്പോൾ ആ സമയത്തൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് തരി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1.5 കപ്പ് വെള്ളം ഒരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അടച്ചു വെച്ച് കൊടുക്കാം. വെള്ളം ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 3.5 ടേബിൾ സ്പൂണോളം തരി ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം സേമിയയില്ലേ അതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനല്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് സേമിയയും ആ റവയും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ, അതുവരെ ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം വറ്റി വല്ലാണ്ടെങ്കിൽ ഉപ്മാവിൻ്റെ ആ പരുവാക്കരുത്. വെള്ളം ഒന്ന് വറ്റി ഒരു ജ്യൂസി കൺസിസ്റ്റൻസി തന്നെ ഒന്ന് എടുക്കാൻ നോക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ഒരു ജ്യൂസി കൺസിസ്റ്റൻസി ആയിരിക്കണേ. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. വറുത്തതായതുകൊണ്ട് തന്നെ ഒന്ന് കണ്ടോ ഇങ്ങനെ കിട്ടും. വറുക്കാത്തതാകുമ്പോൾ വല്ലാണ്ടങ്ങ് അടിഞ്ഞു പോകും. അതാട്ടോ ഞാൻ വറുത്തത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ സമയത്ത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മാറ്റി വെച്ച 1/2 കപ്പ് ഒഴികെ മുഴുവനും ഞാൻ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇനി നമ്മൾ സാധാരണ പാല് തിളപ്പിക്കുന്നത് പോലെ തേങ്ങാപ്പാൽ തിളപ്പിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ അധികം അങ്ങ് തിളപ്പിക്കരുത്. തിളപ്പിക്കുമ്പം അത് പിരിഞ്ഞ പോലെ ആയിട്ട് തേങ്ങാപ്പാൽ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല, കഴിക്കാനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം പാലാണെങ്കിൽ നന്നായിട്ട് തിളപ്പിക്കുക, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാകുക. അപ്പോൾ അതുപോലെ പാൽ ഒഴിച്ച പാട് തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. തരി കാച്ചിയത് നമ്മൾ പായസം പോലെ അധികം മധുരം ചേർക്കത്തില്ല കേട്ടോ, ഒരു മീഡിയം മധുരത്തിലാണ് സ്വതവേ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റവ വറുത്തത് കൊണ്ട് അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1-ാം പാല് 2-ാം പാല് നമ്മൾ പായസം ചെയ്യുന്നത് പോലെയല്ല ചെയ്തത്. അത് മാറ്റി വെച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഒന്ന് ഇരിക്കുന്നവർ ഒന്ന് കുറുകി വരും. അപ്പോൾ അത് ഒഴിച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലൊക്കെ താളിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് കഴിയും. ഇനി 1.5 ടേബിൾ സ്പൂൺ ഗീയാണ് ഒരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് റൈസിൻസ് കുറച്ച്, അതൊന്നും ഞാൻ കണക്ക് പറഞ്ഞില്ല, നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ യെല്ലോ റൈസിൻസാണ് ഇട്ടത്, ബ്ലാക്ക് റൈസിൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഒന്ന് വറുത്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കണം. ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോഴേക്കന്നെ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോകാൻ വഴിയുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് അതാണ് ഞാൻ ആദ്യം തന്നെ റൈസിൻസ് വറുത്ത് കോരുന്നത്. എന്നിട്ട് അതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ നമുക്കൊന്ന് അതേ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സും നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എല്ലാം കൂടി ഒന്നിച്ചിടാം. പക്ഷേങ്കിൽ ചെറിയ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് വേറെ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ കേട്ടോ. ഇനി ആ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഏകദേശം ഒരു 1/4 കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ഏറെ ചേർക്കുമ്പോൾ കുടിക്കുമ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഈ കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ ഇടുന്നതിനേക്കാൾ ആ ചെറിയ ഉള്ളിയുടെ ആ ടേസ്റ്റാണ് തരി കാച്ചിയതിൽ ഇഷ്ടം കേട്ടോ. കൂടുതലിടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മളിതാ കലക്കി മാറ്റി വെച്ച ഇതില്ലേ, അത് നമ്മൾ മാറ്റി വെച്ച 1/2 കപ്പ് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ഇതാ ഞാൻ പറഞ്ഞത്, റവ ആയതുകൊണ്ട് ഇരിക്കുന്തോറും ഒന്ന് കുറുകി വരും. അപ്പോൾ ആ സമയത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു 1/2 കപ്പ്. കാരണം തേങ്ങാപ്പാലല്ലേ,
പാലല്ലല്ലോ. അപ്പോൾ ഇതാ ഇനി നമ്മൾ മാറ്റി വെച്ച മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്ത പാലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച റൈസിൻസും കാഷ്യൂം പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇല്ലേ അതൊക്കെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ എത്ര കുടിക്കാനുള്ള ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ, ലൂസ് കൺസിസ്റ്റൻസി, അതിൽ ആ രീതിക്ക് വേണം നമുക്കിത് കലക്കിയെടുക്കാം. വല്ലാണ്ട് അങ്ങ് തിക്കാവണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി കലക്കി. പിന്നെ റവ ആയതുകൊണ്ട് തന്നെ ഇരിക്കുന്നതോറും കുറുകി വരും. ഇനി അഥവാ നിങ്ങൾക്ക് വീണ്ടും കുറുകി വരുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ല നിങ്ങൾ പാലിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, സാധാരണ പശുവിൻ പാലിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ആ പാല് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ നല്ല കറക്റ്റ് പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തരി കാച്ചിയത് ഏകദേശം ഒരു ലൈറ്റ് ചൂടോടെ കുടിക്കുന്നതാണ് ടേസ്റ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ കുടിക്കാം. തണുപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും ചൂടോടെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചെയ്തത്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇരിക്കുന്തോറും റവ കുറുകി വരും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അറിയാത്തവർ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അത് അവർക്കും കൂടെയുള്ള ഉത്തരമാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാം അറിഞ്ഞെന്ന് വരില്ലല്ലോ. ഇനി ഞാൻ അതിൻ്റെ മുകളിലോട്ട് ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് കാഷ്യൂസും റൈസിൻസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്കിംഗ് പഠിച്ച് വരുന്ന സമയത്തുള്ള കുട്ടികൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അറിയുന്ന റെസിപ്പീസ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം പലർക്കും ഉണ്ടാവും ഇതൊക്കെ നമുക്ക് അറിയുന്നല്ലേ എന്ന് ചോദിക്കുന്നവരോടാണ് പറയുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ കാരണം നമ്മളും കുക്കിംഗ് പഠിക്കുന്ന സമയത്ത് അറിയാതിരുന്ന റെസിപ്പീസൊക്കെയാണ് ഇതൊക്കെ. നമ്മളും മറ്റുള്ളവരോട് ചോദിച്ചിട്ടല്ലേ അറിഞ്ഞ് പഠിച്ചത്. അപ്പോൾ ഇനി വരുന്ന കുട്ടികൾക്ക് ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുമെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്